എല്ലാവർക്കും ട്രാവൽ വൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ഓഫ് റോഡ് യാത്രക്കാരുടെ ഇഷ്ട ലൊക്കേഷനായ ഉറുമ്പിക്കരയിലേക്കാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെ ബൈക്ക് ഓടിച്ച് ഹീറോയിസം കാണിക്കുന്ന ഒരു വീഡിയോ ഒന്നുമല്ല ഇത്. പകരം ഉറുമ്പിക്കരയിലെ കുറേ മനോഹര കാഴ്ചകളും അതോടൊപ്പം തന്നെ ഉറുമ്പിക്കര യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് ഉറുമ്പിക്കരയ്ക്ക് വരുന്നവർക്കുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണിത്. ആദ്യം ഇവിടെ എങ്ങനെ എത്തണമെന്ന് പറയാം. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തു നിന്നും 12 കിലോമീറ്റർ അകലെയുള്ള ഏന്തയാർ എന്ന സ്ഥലത്തിനടുത്താണ് ഉറുമ്പിക്കര. ഏന്തയാറ്റിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ കാണുന്ന സ്പോട്ടിലെത്താം. ഈ കുരിശുപള്ളി കവലയിൽ നിന്ന് മുകളിലോട്ട് കിടക്കുന്ന വഴിയിലൂടെയാണ് ഉറുമ്പിക്കരയ്ക്ക് പോകേണ്ടത്. കുറച്ച് ഇടുങ്ങിയ വഴിയാണിത്. തുടക്കത്തിലൊക്കെ ചെറിയ വഴിയാണെങ്കിലും കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കിയേക്കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകാൻ കഴിയും. മുഖ്യമന്ത്രിയുടെ റോഡ് പുനരുദ്ധാരണ പദ്ധതി വഴിയൊക്കെ 300 മീറ്റർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വഴിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഒരുപാട് ആളുകൾ വരുന്ന വഴിയാണിത്. ഇടുക്കി ടൂറിസത്തിന്റെ പ്രധാന ഭാഗമായതുകൊണ്ട് തന്നെ ഇതൊക്കെ നന്നായിട്ട് പണിത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള ശ്രമമൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് തന്നെയാണ്. ഉറുമ്പിക്കരയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു ദിവസം താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചെറിയ ചെറിയ റിസോർട്ടുകളും പോകുന്ന വഴി കാണാവുന്നതാണ്. 2000 രൂപയ്ക്ക് മുകളിലേക്കൊക്കെയാണ് ഈ കോട്ടേജുകളിൽ താമസിക്കുന്നതിനുള്ള ചാർജ്. ഇവിടെ താമസിച്ച് വേണമെങ്കിൽ ഉറുമ്പിക്കരയുടെ രാത്രി വൈബൊക്കെ ആസ്വദിക്കാവുന്നതാണ്. ഈ പോകുന്ന വഴിയിൽ ഒരു വീടിനോട് ചേർന്ന് തന്നെ ഷാജീസ് കിച്ചൺ എന്നൊരു കുഞ്ഞു ഫുഡ് സ്പോട്ടും കാണാവുന്നതാണ്. ഈ പോകുന്ന വഴി തന്നെയാണ് പാപ്പാനി വെള്ളച്ചാട്ടം. ഇപ്പോൾ ശാന്തമായിട്ടൊക്കെയാണ് ഒഴുകുന്നതെങ്കിലും മഴക്കാലത്ത് ഡബിൾ പവറിലാണ് ഇതിൻ്റെ ഒരു ഒഴുക്ക്. തട്ടുകളിലായിട്ട് ഒഴുകുന്ന വെള്ളച്ചാട്ടമാണിത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഈ വെള്ളച്ചാട്ടത്തിന്. വാട്ടർഫോൾ കാണാൻ എത്തുന്നവർ ഇവിടെ കുളിക്കാനൊക്കെ ഇറങ്ങാറുണ്ട്. ഇതിൻ്റെ സൈഡിലെ വഴിയിലൂടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പതിയെ ഇറങ്ങി പോകാവുന്നതാണ്. അടുത്തേക്ക് ചെന്നാൽ വെള്ളച്ചാട്ടം ഒരു വാട്ടർ സ്പ്രേ പോലെ വീശുന്നത് കാണാം. ഇവിടെ ഫോട്ടോ എടുക്കുകയും റീൽ എടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വലിയ സാഹസിക ബൈക്കിലൊന്നുമല്ല, നമ്മുടെ സ്വന്തം യമഹ സ്കൂട്ടറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വഴി ഒരു അല്പം ടാസ്ക് ആയിരുന്നു. കുറച്ചുകൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉറുമ്പിക്കര യാത്രയിലെ ഹൈലൈറ്റ് ആയ പൊട്ടിപ്പൊളിഞ്ഞ് പഴയ ടീ ഫാക്ടറി കാണാം. ഇവിടെ എത്തുന്ന എല്ലാവരും ഫോട്ടോഷൂട്ട് നടത്തുന്ന ഒരു സ്പോട്ടാണിത്. ഗംഭീര വൈബാണ് ഇവിടെ. ടിൻറോ കോൾഡ് ടീ ഫാക്ടറി എന്നാണ് ഇതിൻ്റെ പേര്. പലർക്കും ഒരു അൺനോൺ പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. ഈ പോകുന്ന വഴിയിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ചെറിയ കാറ്റൊക്കെ കൊണ്ട് ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നേച്ചർ സാഞ്ചുറിയുടെയും ഹോം സ്റ്റേയുടെയും ഒക്കെ ബോർഡൊക്കെ കാണാവുന്നതാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു പടിതാക്കളമൊക്കെ ഉണ്ട്. ഇവിടെ ഇറങ്ങി കാണുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇവിടെ വരെ മാത്രമേ നമ്മുടെ ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കൂട്ടർ ഞാൻ ഈ സൈഡിൽ ചേർന്ന് പാർക്ക് ചെയ്തു. ഇനി അങ്ങോട്ട് കട്ട ഓഫ് റോഡാണ്. ഈ കിടിലൻ ഓഫ് റോഡിലൂടെ നടരാജവണ്ടിയിൽ ഒരു 3 കിലോമീറ്റർ നടന്നാൽ നമുക്ക് ഉറുമ്പിക്കരയിലെത്താം. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഓഫ് റോഡ് ഡ്രൈവർമാരും ഈ വഴി പോകാൻ കപ്പാസിറ്റി ഉള്ള ഓഫ് റോഡ് ബൈക്കുകളുമായിട്ട് വരുന്നവർ മാത്രമേ കയറി പോകാൻ ശ്രമിക്കാവുള്ളൂ. അത്രയ്ക്ക് കട്ട സീൻ വഴിയാണിത്. പിന്നെ സ്വന്തം വണ്ടി വരുന്നവർക്ക് വണ്ടി ഏന്തയാർ എന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ജീപ്പുകൾ വാടകയ്ക്ക് എടുത്ത് വരാവുന്നതാണ്. 2000 രൂപ മുതലാണ് ചാർജ് ചെയ്യുന്നത്. മാക്സിമം 7 പേർക്ക് വരെയൊക്കെ യാത്ര ചെയ്യാവുന്നതാണ്. ഒറ്റയ്ക്ക് വരുന്നവർ എന്നെപ്പോലെ വണ്ടി ഇവിടെ വെച്ചിട്ട് 3 കിലോമീറ്റർ നടക്കുന്നതാണ് ബെറ്റർ. ഇവിടെ നിന്നും 3 കിലോമീറ്റർ നടപ്പൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു മടുപ്പും തോന്നുകയില്ല. കാരണം വഴിയിലെ സുന്ദര കാഴ്ചകൾ അത്രയ്ക്ക് മനോഹരമാണ്. കുറേ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ആൾത്താമസമില്ലാത്ത പൂട്ടിക്കിടക്കുന്ന ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ നിറയെ പൂക്കളുള്ള ഒരു മരമൊക്കെ ഉണ്ട്. ഇവിടെയും കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ച അടിപൊളിയാണ്. ഇവിടെ കുറേ ഏലം പ്ലാന്റേഷനൊക്കെ ഉണ്ട്. ഇവിടെ എപ്പോഴും നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഏലകൃഷിക്ക് അനുയോജ്യമായ സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാന കൃഷി ഏലമാണ്. നമ്മൾ മലയാളികളായിട്ടുള്ള പണിക്കാരൊക്കെ ഇവിടെ കുറവാണ്. കുറേ ഭായിമാരാണ് ഇവിടെ ഈ ഏലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്നത്. ഭായിമാർ 2 കുട്ടികൾ ഈ പാറപ്പുറത്തിരുന്ന് വിറകുമായിട്ടൊക്കെ കളിക്കുന്ന കാണാമായിരുന്നു. കാടുമായി ഇണങ്ങിച്ചേർന്ന് കഴിയുന്ന ഇവരുടെ കാഴ്ചയും കളികളും അടിപൊളിയായിരുന്നു. ഏലകൃഷി കൂടാതെ ചെറിയ കാപ്പിത്തോട്ടങ്ങൾ ഇവിടെ കാണാൻ പറ്റും. കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ ഫോറസ്റ്റ് വൈബ് സെറ്റപ്പുള്ള ഒരു സ്ഥലത്തെത്തും. ഇരുണ്ട് മൂടിയ ആംബിയൻസ് ഒക്കെ ഉള്ള ഇതിലെ നടക്കുന്നത് നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇതിലെ നടക്കുമ്പോൾ സൂക്ഷിക്കണം. പാമ്പുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. വഴിയിൽ ആരോ കൊന്നിട്ടിരിക്കുന്ന പാമ്പിനെയൊക്കെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ അവസാനം 3 കിലോമീറ്റർ നടന്ന് ഞാൻ ഉറുമ്പിക്കരയുടെ ടോപ്പ് വ്യൂവിലെത്തി. നല്ല തണുത്ത കാറ്റും പാറക്കെട്ടുകളുടെ കാഴ്ചയൊക്കെ ആയിട്ട് ഗംഭീര വൈബാണ് ഇവിടെ. ഇതിൻ്റെ മുകളിൽ തന്നെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ വെള്ളം തീരെ കുറവാണ്.
പണ്ടൊരിക്കൽ ഞാൻ വന്നപ്പോൾ ഇതിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അന്ന് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ കുളത്തിന് അവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിൽ ഉറുമ്പിക്കരയുടെ ടോപ്പ് പോയിന്റിൽ ഇരിക്കുന്ന ഈ ടെമ്പിൾ എല്ലാ വർഷവും മലയാള മാസം 1-ാം തീയതിയാണ് തുറക്കാറുള്ളത്. ബാക്കിയുള്ള സമയങ്ങളിൽ ഇത് അടഞ്ഞു കിടക്കാറാണ് പതിവ്. വർഷത്തിൽ ഒരിക്കൽ വളരെ ആഘോഷമായ ഒരു ഉത്സവമൊക്കെ ഇവിടെ നടത്താറുണ്ട്. എന്തായാലും ഇവിടുത്തെ ആംബിയൻസും ഭക്തിസാന്ദ്രമായ പരിസരവും ഒക്കെ ഗംഭീരമാണ്. ഇവിടുത്തെ പാറക്കെട്ടിൽ കൂടിയുള്ള നടപ്പും പുൽമേട്ടിലെ അർമാദവും ടോപ്പ് വ്യൂവിൽ നിന്നുള്ള കാഴ്ചയും ഈ പ്രകൃതി ഭംഗിയും ഒക്കെയാണ് ഉറുമ്പിക്കരയിലേക്ക് സഞ്ചാരികളെ അടുപ്പിക്കുന്നത്. ഇനി ഇവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഇവിടെ ഇപ്പോൾ കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല മഞ്ഞിറങ്ങുന്ന സ്ഥലമാണ്. രാവിലെ ഒരു 9 മണിക്ക് മുമ്പോ വൈകിട്ട് 4 മണിക്ക് ശേഷമോ വന്നാൽ പൊന്മുടിയിലും പാഞ്ചാലിമേട്ടിലും ഒക്കെ കാണുന്ന പോലെ മഞ്ഞിൽ കുളിച്ച് അറമാദിക്കാൻ കഴിയും. ഞാൻ പണ്ടൊരിക്കൽ അതിരാവിലെ വന്നപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെയിലില്ലാത്തപ്പോൾ വന്ന നല്ല ഫീൽ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾ കുട്ടികളും പ്രായമുള്ളവരും ഒക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നടന്നു വരാൻ ജീപ്പിന് തന്നെ വരാൻ ശ്രമിക്കുക. ദുർഘടമായ വഴി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും പ്രായമായവർക്ക് ഈ മല കയറാൻ വളരെ പ്രയാസമായിരിക്കും. 2000 രൂപ മുതൽ 3000 രൂപ വരെയൊക്കെയാണ് ജീപ്പുകൾ ചാർജ് ചെയ്യുന്നത്. എന്നാലും അത് കുഴപ്പമില്ലാത്ത കേസാണ്. മൂന്നാമതായിട്ട് ഇവിടെ ഹോട്ടലുകൾ ഒന്നും തന്നെ ഇല്ല. ഏന്താർ എന്ന സ്ഥലത്ത് നിന്നും വല്ലതും കഴിച്ചിട്ടോ പാഴ്സൽ വാങ്ങിയോ വരാൻ ശ്രമിക്കുക. നടന്നു വരാൻ ഉദ്ദേശിക്കുന്നവർ കുടിവെള്ളം മസ്റ്റായിട്ടും കയ്യിൽ കരുതേണ്ടതാണ്. അല്ലെ വരുന്ന വഴി ദാഹിച്ചു വലിഞ്ഞ് നമ്മൾ പെട്ടുപോകും. നാലാമതായിട്ട് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വഴിയാണിത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയൊക്കെ നോക്കി വലിയ മഴയില്ലാത്തപ്പോൾ വരുന്നതാണ് നല്ലത്. ചെറിയ ചാറ്റൽ മഴയുള്ളപ്പോൾ നല്ല മഞ്ഞിറങ്ങുന്നതുകൊണ്ട് തന്നെ നല്ല ഫീൽ ലഭിക്കുമെങ്കിലും ഈ മഴ വലിയ മഴയാവുമെന്ന് നമുക്ക് പറയാനും പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ മഴയൊക്കെ നോക്കി വരുന്നതാണ് ബെറ്റർ. അഞ്ചാമതായിട്ട് ഓഫ് റോഡ് ബൈക്കുകളും ജീപ്പുകളുമായിട്ടൊക്കെ വരുന്നവർ മുണ്ടക്കയത്ത് പമ്പിൽ നിന്നും പെട്രോളോ ഡീസലോ ഒക്കെ അടിച്ചിട്ട് വരുന്നതാണ് നല്ലത്. കാരണം മുണ്ടക്കയത്ത് നിന്ന് ഈ വഴി വരെ വേറെ പമ്പുകളൊന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ ബൈക്കുകളും ജീപ്പുകളുമായിട്ടൊക്കെ വരുന്നവർക്ക് ഈ ടോപ്പ് വ്യൂവിൽ നിന്നും മദാമുക്കുളം മേമല വഴി കുട്ടിക്കാനം എത്താവുന്നതാണ്. തിരിച്ചു പോകുമ്പോൾ ആ വഴി ട്രൈ ചെയ്യാവുന്നതാണ്. പാറക്കെട്ടുകൾ നിറഞ്ഞ കാനനപാതയിലൂടെയുള്ള ത്രില്ലിംഗ് ഓഫ് റോഡ് യാത്രയും മൂടൽമഞ്ഞ് നിറഞ്ഞ കുന്നുകളും പച്ചപ്പുൽമേടുകളും വെള്ളച്ചാട്ടങ്ങളും ഈ പ്രകൃതി ഭംഗിയും ഒക്കെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറുമ്പിക്കര യാത്ര തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.